ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്തായുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത് ചപ്പാത്തി ഉണ്ടാക്കാനാണ്. ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഞാനും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. ഞാനുണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ കരിഞ്ഞു പോകും. ഞാനത് പൊളച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് കരിഞ്ഞുണ്ടാവും. ഇപ്പം എന്ത് പറഞ്ഞാലും എന്താ, ട്രൈ ചെയ്ത് അതിൻ്റെ സൂത്രം പിടികിട്ടി. ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ട് ഫുള്ളായിട്ടും പൊളച്ച് കിട്ടുന്ന ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്ന ടെക്നിക്കാണ്. അപ്പം കൂട്ടുകാരെ, വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം ചപ്പാത്തി ചൂടുമ്പോൾ ചെയ്യേണ്ട 1-2 സൂത്രമുണ്ട്. അങ്ങനെ ചെയ്താലാണ് ചപ്പാത്തി ഫുള്ളായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, ഫുള്ളും പൊളച്ചും കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 കപ്പ് ആട്ടമാവാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പും വെള്ളമൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്ത് കുഴച്ച് റെഡിയാക്കുക. ചിലർ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കുഴയ്ക്കാനായിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അധിക സമയം വെക്കുന്നില്ല. ഞാൻ കുഴച്ച വശം തന്നെ ഇത് പരത്തി റെഡിയാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാനിവിടെ വലിയ ബൗളിൽ ആട്ടപ്പൊടി വേറെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ചപ്പാത്തി പരത്തുമ്പോൾ ഇതിലിങ്ങനെ മുക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചാൽ ഇത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാം. പിന്നെ അത് മാത്രമല്ല, എല്ലാം പരത്തി കഴിയുമ്പോഴേ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തൂവിയിട്ട് കൈ കൊണ്ടൊന്ന് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് എല്ലാം കൂടി ഒരുമിച്ച് പരത്തി തീർക്കാണ്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ, ഞാൻ മുമ്പൊക്കെ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്നൊന്നായിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ചൂടാൻ നേരത്തെ സാധനം പറിച്ചെടുക്കുമ്പോൾ ആദ്യത്തെ 2-3 കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പിന്നെയാണ് ഈ സൂത്രം പിടികിട്ടിയത്. അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തൂവിയിട്ടൊന്ന് കൈ കൊണ്ട് എല്ലാവിടെ ആക്കി കൊടുക്കുക. അങ്ങനെ 2 സൈഡ് ആക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഓരോന്നെടുത്ത് ചൂടാം. പിന്നെ ഇത് കണ്ട, ഇതൊരു ഹാങ്ങറാണ്, യൂസ് ആൻഡ് ത്രോ ഹാങ്ങറാണ്. ഇതുകൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പം എന്തിനാന്ന് പറഞ്ഞത്, ചപ്പാത്തി ഫൈനലിൽ നമ്മൾ ഇത് തീയിലാണ് ചുടുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം പെയിൻ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി വെക്കാൻ പാകത്തിന് വളച്ചിങ്ങനെ റൗണ്ടാക്കി എടുക്കുക. എന്നിട്ടൊരു പിടുത്തം പോലെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിടിക്കാം. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ, ചെറിയ അധികം വലുപ്പമില്ലാത്ത കമ്പി കിട്ടുകയാണെങ്കിൽ അത് വളച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇപ്പം പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ചപ്പാത്തി ചൂടുമ്പോൾ എന്തിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ആ പാനിൽ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാലേ അതിൻ്റെ പച്ചമാവിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ കളറ് മാറി വരുന്നവരെ മാത്രം സൈഡ് നമ്മൾ മുരിയിച്ചാൽ മതി. ആ പച്ചമാവിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്ന കാണാം. അങ്ങനെ ആ സൈഡ് മൊത്തം ആ പച്ചമാവിൻ്റെ കളർ മാറി കിട്ടും. അത് മാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് മറിച്ചിടണം. അതായത് അത്രയും മുരിയിച്ചാൽ മതി, മുരിയിക്കരുത് ആ സൈഡ്. അപ്പം മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ നന്നായിട്ട് മൊരിയിക്കണം.
ഈ സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ചെറിയ കുമിളുകൾ ഇങ്ങനെ വരുന്നതാണ്. അത്രയാവുമ്പോൾ നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിമില്ലേ അതിൽ അധികം മുരിയാത്ത സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം മുരിയിച്ചത് ആ സൈഡ് അടിയിലേക്ക് ആക്കി വെക്കണം. അങ്ങനെ വെച്ചിട്ട് നേരെ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചൂടാം. അതായത് ഒരു സൈഡ് അധികം മുരിയിക്കരുത്, മറ്റേ സൈഡ് നമ്മൾ മുരിയിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സൂത്രം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടും ഫുള്ളും പൊളച്ച ചപ്പാത്തി കിട്ടും. ഇപ്പം എൻ്റെ ആദ്യത്തെ ചപ്പാത്തി ഫുള്ളായിട്ട് പൊളച്ചില്ല, എന്നാലും 90% ഓക്കെ. പക്ഷെ അടുത്ത ചപ്പാത്തി നോക്കിക്കോട്ടാ, ഫുള്ളായിട്ട് പൊളച്ച് കിട്ടും. അപ്പൊ കൂട്ടുകാരെ, ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിന്റെ ബാക്കിയുള്ള ചപ്പാത്തി കൂടി കണ്ടുനോക്കട്ടാ ഇങ്ങനെ ഉണ്ടെന്ന്. ബൈ. I've been stuck on your memory, but it's not like I need it. And we may have some history, but we don't have to repeat it. You made this mess and left me with the pieces. Now I'm gonna burn all the bridges between us. I just can't let you go. Lord knows that I've tried to. You said I was the only one. No one likes being lied to. You made this mess and left me with the pieces. Now I wanna burn all the bridges between us. I've been stuck on your memory, but it's not like I need it.
be there. You made this mess and left me with the pieces. Now I'm gonna burn all the bridges between us. I can't focus, I can't forget. I've been thinking too much lately. I just need to clear my head. 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 I just need to. I just need to clear my head. I just need to. I just need to clear my head. I just need to. I just need to clear my head. I just need to. I just need